കോഴിക്കോട് രാമനാട്ടുകരയിൽ വാഹനാപകടത്തിൽ 3 മരണം. ലോറിക്ക് പിന്നിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ഫറോക്ക് കോളേജ് സ്വദേശികളായ അജീഷ്, വിമൽ, രാമനാട്ടുകര സ്വദേശി ദിനിൽ എന്നിവരാണ് മരിച്ചത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ്, എന്താണ് ഉണ്ടായത്? ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്താ? മോത്തി, ദുഃഖകരമായ വാർത്തയാണ് കോഴിക്കോട് നിന്നും പങ്കുവെക്കാനുള്ളത്. പുലർച്ചെ 3:30യോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അതിൽ രാമനാട്ടുകര പരിയാപുരത്ത് ദിനിൽ, ഫറോക്ക് കോളേജ് തളിപ്പറമ്പിൽ അജീഷ്, തളിപ്പറമ്പിൽ തന്നെ ഫറോക്ക് കോളേജ് വിമൽ, ഈ 3 പേരാണ് തൽക്ഷണം കാറിൽ മരണപ്പെട്ടത്. മറ്റു 2 പേർ കൂടി ഇവർ കൂടെ ഉണ്ടായിരുന്ന ശ്യാംലാല്, ജിജിൻ എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്, സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാറ് വെട്ടിപ്പൊളിച്ചാണ് ഫയർഫോഴ്സ് പോലീസുമൊക്കെ ഇവരെ പുറത്തെടുത്തിട്ടുള്ളത്. ഈ മോഡേൺ ബസാർ ആ പ്രദേശത്ത് സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ്. ചെറിയ ഒരു വളവ് ഉള്ള ഒരു സ്ഥലമാണ്. വേഗതയിൽ വാഹനങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. വളവുമുണ്ട്. അത് ആയിരിക്കാം ഒരുപക്ഷെ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാറിൽ സഞ്ചരിച്ച ആളുകൾ കോഴിക്കോട് ഭാഗത്ത് നിന്നും ഫറോക്കിലേക്ക് പോവുകയായിരുന്നു. മലപ്പുറം ഭാഗത്തു നിന്നും തിരിച്ചു വരുന്ന ലോറിയും ആണ് കൂട്ടിയിടിച്ചത്. അതിൽ ഉത്സവം കഴിഞ്ഞ് വരികയായിരുന്നു, പങ്കെടുത്ത് വരികയായിരുന്നു യുവാക്കളെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ധാരാളമായ അപകടം 3 പേർ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് മുമ്പും ഈ അപകട മേഖലയാണ്. പലതവണ അപകടം ഉണ്ടായ സ്ഥലമാണ്. അപകടത്തിലെ കൂടുതൽ എന്താണ് അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യം സംബന്ധിച്ച വിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. മുഹമ്മദ് ഷഹീദാണ് ടെലിഫോൺ ലൈനിൽ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. രാമനാട്ടുകരയിലാണ് ഈ അപകടമുണ്ടായത്. അജീഷ്, വിമൽ, ദിനിൽ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്.